ഹായ് ആരോ ക്രിയേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം, ലൈക്ക് ചെയ്തിട്ട് കാണാം, ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇന്ന് നമ്മൾ വളരെ സിമ്പിളായിട്ട് കട്ട് ട്യൂബ് വെച്ചിട്ടുള്ള വർക്കാണ് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ മുമ്പ് ഷുഗർ ബീഡ് വെച്ചിട്ടുള്ള വർക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെയാണ് ട്യൂബ് വെച്ചിട്ടും ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് കട്ട് ട്യൂബുകൾ കേട്ടോ. ഷുഗർ ബീഡിനെക്കാട്ടും വ്യത്യാസം ഉണ്ടായിരിക്കും, പല കളറിൽ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് ഇത്തിരി വലിപ്പം കൂടുതലുള്ള കട്ട് ട്യൂബാണ്, ചെറിയ വലിപ്പത്തിലുള്ളതും കിട്ടും. സാധാരണ മെഷീൻ ത്രെഡ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമ്പർ 12 ആണ് സൂചി എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ചെയ്ത് തുടങ്ങാം. അപ്പോൾ നമ്മൾ ഷുഗർ ബീഡൊക്കെ എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെയാണ് ചെയ്ത് കാണിക്കുന്നത്. ബാക്ക് സ്റ്റിച്ചിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് കുറച്ച് നീക്കിയിട്ട് സൂചി അടിയിൽ നിന്നും മുകളിലേക്ക് കുത്തി എടുത്തിട്ടുണ്ട്. 2 ഇഴ നൂലിട്ടിട്ടുണ്ട് നമ്മൾ സൂചി കോർത്തെടുത്താണ്ട്. ഇനി നമ്മൾ 3 കട്ട് ട്യൂബുകൾ ഇട്ട് കൊടുക്കേണ്ട. കട്ട് ട്യൂബുകൾ 3 എണ്ണം ഇട്ട് കൊടുക്കുക. അതിലും കൂടുതൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ഭംഗി ഉണ്ടാവില്ല. നമ്മൾ ഷുഗർ ബീഡിന് എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെയാണ് കട്ട് ട്യൂബും ചെയ്തെടുക്കണേ കേട്ടോ. അപ്പോൾ 3 എണ്ണം എടുത്തു. ഇനി ആ 3 എണ്ണം കിടക്കാനുള്ള ഗ്യാപ്പ് എടുത്തതിന് ശേഷം താഴേക്ക് കറക്റ്റായിട്ട് കുത്തി ഇറക്കി കൊടുക്കണ്ട കേട്ടോ. നമുക്ക് അടുത്തത് സൂചി മുകളിലേക്ക് കുത്തി പൊന്തിച്ചെടുക്കുക. അപ്പോൾ അങ്ങനെ പൊന്തിച്ചെടുക്കുമ്പോൾ 3 എണ്ണം അതിനകത്ത് പാകത്തിന് കിടക്കുന്ന രീതിയിലായിരിക്കണം നമ്മൾ കുത്തിയെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അതിനുശേഷം നമുക്ക് 3 കട്ട് ട്യൂബുകൾ കോർത്തെടുക്കുക സൂചിനകത്ത്. അതിനുശേഷം നമ്മൾ ആദ്യം കോർത്തെടുത്ത് വെച്ചിട്ടുള്ള 3 കട്ട് ട്യൂബ് ഇല്ലേ, അതിൽ ആദ്യത്തെ കട്ട് ട്യൂബിൻ്റെ ഇടയിലൂടെ സൂചി കോർത്തിട്ട് താഴേക്ക് സൂചി ഇറക്കി കൊടുക്കുക. അത്രേ ഉള്ളൂ കേട്ടോ, വളരെ സിമ്പിളാണ്. ഒരു തവണയും കൂടി ചെയ്ത് കാണിച്ചു തരാം. നമുക്ക് ഇനി അടുത്ത സ്റ്റിച്ചിന് വേണ്ടിയിട്ട് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് സൂചി അടിയിൽ നിന്ന് മുകളിലേക്ക് കുത്തിയെടുക്കുക. ആ ഗ്യാപ്പ് എപ്പോഴും 3 കട്ട് ട്യൂബ് കടക്കാൻ പാകത്തിനായിരിക്കണം. കുത്തിയെടുത്തതിന് ശേഷം 3 കട്ട് ട്യൂബുകൾ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ആദ്യം ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള കട്ട് ട്യൂബിൻ്റെ ഫസ്റ്റത്തെ കട്ട് ട്യൂബിൻ്റെ ഇടയിലൂടെ സൂചി കോർത്തിട്ട് താഴേക്ക് ഇറക്കി കൊടുക്കുക. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കറക്റ്റ് ഞാൻ വീഡിയോനകത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ഫുള്ളായിട്ട് സ്റ്റിച്ച് ബോർഡ് കംപ്ലീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് കെട്ടിടുന്നത് കാണാം. അപ്പോൾ അതേ ഫുള്ളായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അടിഭാഗത്ത് നൂല് നമ്മൾ കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. കെട്ടിടുന്നതൊക്കെ നമ്മൾ മുമ്പ് വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട്. വളരെ സിമ്പിളാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള നൂലുകൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഷുഗർ ബീഡ് ചെയ്ത പോലെ തന്നെ നിവർന്ന് ഇരിക്കാൻ വേണ്ടിയിട്ട് അതിനിടയിലൂടെ രണ്ടാമത് സൂചി കോർത്ത് കൊടുത്തിരുന്നു. അതുപോലെ തന്നെ സൂചി അടിയിൽ നിന്നും കുത്തിയെടുത്തിട്ടുണ്ട്. നമ്മൾ എവിടെയാണോ സ്റ്റാർട്ട് ചെയ്തത് അവിടെ നിന്നിട്ട്. അതിനുശേഷം ഓരോ കട്ട് ട്യൂബിൻ്റെ ഇടയിലൂടെ സൂചി കോർത്ത് അറ്റം വരെ എത്തിക്കുക. അപ്പോൾ ഒരു കട്ട് ട്യൂബ് അതിൻ്റെ ഇടയിൽ നിന്ന് മിസ്സായി പോകാൻ പാടില്ല. കറക്റ്റായിട്ട് ഫുള്ളും അതിൽ കോർത്തെടുക്കണം. എന്നാലേ നമുക്ക് കറക്റ്റ് നേരെ തന്നെ കിട്ടുള്ളൂ. നമുക്ക് ഏത് ഷേപ്പിൽ വേണം അതുപോലെ ട്യൂബ് കോർത്തെടുത്തതിന് ശേഷം ഇതുപോലെ ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ ഷുഗർ ബീഡിനും ഇതുപോലെ തന്നെ ചെയ്തു, കറക്റ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാ തുണിയും ഒരേപോലെ ഇരിക്കണമെന്നില്ല, കറക്റ്റായിട്ട് കിട്ടുന്നില്ല. അപ്പോൾ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഏത് ഡിസൈനിലും ഏത് കളറിലും നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ്. വളരെ സിമ്പിളാണ് കേട്ടോ. നമ്മൾ ഷുഗർ ബീഡിന് എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെ കട്ട് ട്യൂബിന് നമ്മൾ ചെയ്തെടുത്തു. ബാക്ക് സ്റ്റിച്ചിലാണ് അത് നമ്മൾ ചെയ്തിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. അറ്റം വരെ നമ്മൾ കോർത്തെടുത്തിട്ടുണ്ട് ഓരോ കട്ട് ട്യൂബിൻ്റെ ഇടയിലൂടെ. അതിനുശേഷം താഴേക്ക് സൂചി ഇറക്കിയിട്ട് നമ്മൾ കെട്ടിട്ട് കൊടുക്കണം. 2 തവണ നമ്മൾ സൂചി ഇറക്കി കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതേ ഞാൻ ഒരു മോട്ടീഫിനകത്ത് ഡിസൈനൊക്കെ വരച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു കൂണിൻ്റെ ചിത്രമാണ് കേട്ടോ വരച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പല കളറിൽ കട്ട് ട്യൂബുകൾ കിട്ടും, നമുക്കത് വെച്ചിട്ട് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഓരോ കട്ട് ബീഡ് വെച്ചതിന് ശേഷം ഫുള്ളായി കംപ്ലീറ്റ് ഒരറ്റം നമ്മൾ എവിടെ നിന്ന് തുടങ്ങി എവിടെ അവസാനിക്കുന്നോ അവിടെ വെച്ചിട്ട് നമ്മൾ വീണ്ടും സ്റ്റോപ്പ് ചെയ്ത് കെട്ടിട്ട് നിർത്തിയതിന് ശേഷം വീണ്ടും 2 ഇഴ നൂലെടുത്തിട്ട് കട്ട് ട്യൂബുകളുടെ ഇടയിലൂടെ കോർത്ത് കൊടുക്കണം കേട്ടോ. എന്നാലേ നമുക്ക് കറക്റ്റായിട്ട് ശരിയായിട്ടുള്ള രീതിയിൽ നമുക്ക് കിട്ടുള്ളൂ. വളരെ സിമ്പിളാണ് കേട്ടോ. അപ്പോൾ അതേ ഞാൻ ആദ്യം കുറച്ച് കട്ട് ട്യൂബുകൾ കോർത്ത് എടുത്തിട്ടുണ്ട്. നമുക്ക് ചെയ്ത് തുടങ്ങാം കേട്ടോ. അപ്പോൾ നമ്മൾ കോർത്തെടുക്കുന്നത് വളരെ സിമ്പിളാണ്. നമ്മൾ സാധാരണ മെഷീൻ ത്രെഡ് ഉപയോഗിച്ചിട്ട് സാധാരണ സൂചി ഉപയോഗിച്ച് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ അതേ ഞാൻ ആദ്യത്തേത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതും കംപ്ലീറ്റ് ചെയ്തിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഇതേ ഫുള്ളായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. വളരെ സിമ്പിളാണ്, ഏത് ചിത്രത്തിലും നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.